ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 3/4 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് എല്ലോട് കൂടിയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് എടുത്ത് കഴുകി വൃത്തിയാക്കി ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട എന്തൊക്കെ നോക്കാം. ഇതിന് വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച വെള്ള ഭാഗം നമുക്ക് വേർതിരിച്ചരിഞ്ഞ് വെക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി അരിഞ്ഞതാണ്, ഒരു 5-6 അല്ലിയുണ്ട്. പിന്നെ 5-6 പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള എടുത്ത് സ്ലൈസായിട്ടല്ല അരിഞ്ഞേക്കുന്നത്, കുറുകെ കട്ട് ചെയ്തിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം. ക്യാപ്സിക്കം ഞാൻ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. പച്ച കളറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഏത് കളർ വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് സോയ് സോസ്, ടൊമാറ്റോ സോസ്, സ്വീറ്റ് ചില്ലി സോസ്, ഈ 3 സോസുകളാണ് വേണ്ടത്. പിന്നെ കോൺഫ്ലോർ വേണം. കോൺഫ്ലോറാണ് ഇതിന് മെയിനായിട്ടും വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ പീസിലേക്ക് ഇത് പുരട്ടി വയ്ക്കണം. അതിന് നമുക്ക് ആദ്യം 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും. പിന്നെ എടുത്തിരിക്കുന്നത് ചില്ലി പൗഡറാണ്. അതൊരു 1/4 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്തിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് വറക്കാം. അപ്പം ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ പീസസ് ഒന്ന് വറുത്തെടുക്കണം. ഇത് ഒരുപാട് വറുത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുപോലെ നമ്മൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതിനെ വേവിച്ചെടുക്കുക. വേവാതിരിക്കരുത്, നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് മറിച്ച് തിരിച്ചുമൊക്കെ ഇട്ടെടുത്ത് നമുക്കിതിനെ എടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് എല്ലാം വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് ഇതേ പാനിലേക്ക്, ഈ എണ്ണ കളയണ്ട, ഇത് തന്നെ യൂസ് ചെയ്യാം. ഇതേ പാനിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം അരിഞ്ഞത്, ഇതൊക്കെ അതിനൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഈ സ്പ്രിംഗ് ഓണിയനൊക്കെ അതിൻ്റെ ആ വെളുത്ത ഭാഗം കളയാതെ എടുക്കുന്നത് നല്ലതാണ്. അതെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ സവാളയും കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനത് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി, നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്ന ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കുറേശ്ശെ മതിയാവും, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് സോയ് സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അത് കുറച്ച് പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ സ്വീറ്റ് ചില്ലി സോസ്. ഈ 3 സോസ് ആദ്യം നമ്മൾ ചിക്കനിലും ചേർക്കുന്നുണ്ട്, അല്ലാതെ ഇപ്പോഴും നമ്മൾ ഇത് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം കൂടെ കുറച്ചിട്ട് കൊടുത്തു. നമുക്ക് ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് ഇളകി വരുമ്പോൾ ചിലപ്പോൾ കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത്, ചൂടുവെള്ളം ആയാൽ അത്രയും നല്ലത്, നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുകിക്കോളും കോൺഫ്ലോർ ചേർത്തിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണേ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.